ആഴങ്ങളിൽ നിന്ന് അർജുന്റെ ശരീരഭാഗങ്ങളും ലോറിയും കണ്ടെടുത്തതോടെ ആളൊഴിഞ്ഞ് ഗംഗാവലിയുടെ തീരം. കഴിഞ്ഞ 73 ദിവസങ്ങൾ സമാനതകളില്ലാത്ത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഗംഗാവലി ഇപ്പോൾ നിശബ്ദമായി ഒഴുകുകയാണ്. ലൊക്കേഷനെയും ജഗന്നാഥനെയും ആഴങ്ങളിൽ എവിടെയോ ഗംഗാവലി ഒളിപ്പിച്ചിട്ടുണ്ട് എന്നത് വേദന പകരുന്നു. അർജുൻ എന്ന ഒറ്റ പേരുകൊണ്ട് മലയാളികളുടെ ആകെ ജനശ്രദ്ധയാകർഷിച്ച ഗംഗാവലി പുഴയാണ് എനിക്ക് മുന്നിൽ ശാന്തമായി ഒഴുകുന്നത്. ഇവിടെയുള്ള ഓരോ അനക്കങ്ങളും വാർത്തകളായിരുന്നു. ഗംഗാവലിയുടെ തീരം മുഴുവൻ ആളുകളാൽ സമ്പന്നമായിരുന്നു. ഇന്ന് ഉച്ചവരെ 72 ദിവസത്തെ തീവ്രമായ പരിശോധനകൾക്കും തിരച്ചിലിനും ശേഷം ഇതുവഴിയായിരുന്നു അർജുന്റെ ലോറി കയറ്റിക്കൊണ്ടുവന്നത്. അതോടെ ഗംഗാവലി പുഴ അനാഥമായി. 2 പേർ ഇപ്പോഴും അതിനുള്ളിലുണ്ട്. ജൂലൈ 8-നായിരുന്നു അർജുൻ കണ്ണാടിക്കലിലെ സ്വന്തം വീട്ടിൽ നിന്ന് കർണാടകയിലേക്ക് യാത്രയാകുന്നത്. ജൂലൈ 16-ന് എൻ്റെ പുറകിൽ കാണുന്ന ഈ കുന്നിടിഞ്ഞു വീണ് അർജുനും ലോറിയും ഗംഗാവലി പുഴയിൽ പതിച്ചു. പിന്നീട് ദുഃഖം ഘനീഭവിച്ച നാളുകൾ, തുടർച്ചയായ തിരച്ചിലുകൾ. 3-ാം ഘട്ടത്തിലാണ് നമ്മുടെ പുറകിൽ കാണുന്ന ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലേക്ക് എത്തിയത്. ആദ്യ 2 ഘട്ടങ്ങളിൽ നടത്തിയ തിരച്ചിൽ 2 വട്ടവും നിർത്തിവെക്കേണ്ടതായി വന്നു. സൈന്യവും നേവിയുമെല്ലാം ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയെങ്കിലും ശക്തമായ കുത്തൊഴുക്കും മഴയും കനത്ത വെല്ലുവിളിയായി. ഒടുവിൽ ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ ഇനി തിരച്ചിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന അവസ്ഥയിലുമെത്തി. ഡ്രഡ്ജർ എത്തിക്കുന്ന ചിലവ് ആര് വഹിക്കും എന്നുള്ളതായി പിന്നീടുള്ള തർക്കം. 1 കോടി വരുന്ന ചിലവ് വഹിക്കാൻ തയ്യാറല്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം തറപ്പിച്ചു പറഞ്ഞു. അർജുന്റെ കുടുംബം നേരെ കർണാടകയിലേക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തി. ചിലവ് വഹിക്കാൻ തയ്യാറാണെന്ന് കർണാടക സർക്കാർ അറിയിച്ചു. ജൂലൈ 19-ന് ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തി. ഷിരൂരിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത്. ഇരുപത് മുതൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഗംഗാവലി പുഴയിൽ ആരംഭിച്ചു. 24-ാം തീയതി അർജുനെയും ലോറിയെയും കണ്ടെത്തി. അർജുന്റെ ശരീരഭാഗങ്ങൾ കാർവാറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തൊട്ടുപിറ്റേ ദിവസം ഈ ലോറി വലിയ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ദേശീയപാതയുടെ സമീപത്തേക്ക് മാറ്റി. ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് ഏതാനും ചില മാധ്യമങ്ങളും അല്പം പോലീസുകാരും മാത്രമാണ്. എന്നാൽ കർണാടക സർക്കാരിനുള്ള പണി കഴിഞ്ഞിട്ടില്ല. 2 കർണാടക സ്വദേശികൾ ഇപ്പോഴും ഈ ഗംഗാവലി പുഴയ്ക്കകത്തുണ്ട്. ലോകേഷും ജഗന്നാഥനും. അവർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുമെന്നും അവരെയും കണ്ടെത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ സുബിത്തിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, ഷിരൂർ.